ഹലോ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാച്ച് സ്റ്റിക്ക് ഫിഗറാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിന് നേർത്ത വരകളും തലയ്ക്കൊരു വൃത്തവും ഉപയോഗിച്ച് ഒരു വടി രൂപത്തിന് സമാനമായി ലളിതമായി വരച്ചൊരു ചിത്രമാണ് മാച്ച് സ്റ്റിക്ക് ഫിഗർ അഥവാ തീപ്പെട്ടി രൂപം. ചലനത്തിലുള്ള രൂപങ്ങൾ വരയ്ക്കാൻ ഇത് ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഇവയുടെ ലാളിത്യം വ്യത്യസ്ത ഭാഷകളിൽ ആശയവിനിമയം എളുപ്പമാക്കുന്നു. മാച്ച് സ്റ്റിക്ക് ഫിഗർ 8 ഇഞ്ചാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. അതിനായി 0 മുതൽ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീതിയായി 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 8 ഇഞ്ചും 2 ഇഞ്ചിനെയും കൂടെ ഒരു ബോക്സ് രൂപത്തിലാക്കണം. അതിനുശേഷം ഓരോ ഇഞ്ച് ചേരുമ്പോൾ ഓരോ ബോക്സ് എന്ന രീതിയിൽ മാറ്റണം. ഇനിയാണ് നമ്മൾ ഫിഗർ വരയ്ക്കാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ വരച്ചതെല്ലാം ഇഞ്ചസിലായിരുന്നു. ഇനി നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാണ് ഫിഗർ വരയ്ക്കാൻ പോകുന്നത്. ഫിഗർ എപ്പോഴും സെൻറ്റിമീറ്ററിലായിരിക്കണം. അതിനായിട്ട് ആദ്യത്തെ 1 ഇഞ്ച് വരയുടെ സെൻറ്റർ എടുക്കുക. അതിൽ നിന്നും 1 സെൻറ്റിമീറ്റർ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു ബോക്സ് ആക്കുക. അടുത്തത് 1 ഇഞ്ച് വരയുടെ സെൻറ്ററിൽ നിന്ന് താഴെയായിട്ട് ഒരു 1/2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും ഇരുവശത്തായിട്ട് 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത ലൈനെ 4ാമത്തെ ഇഞ്ചിലെ ലൈനിലോട്ട് യോജിപ്പിക്കുക. അതായത് 1 to 4 ഇതുപോലെ യോജിപ്പിക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടുന്ന് ഇതുപോലെ. അതിനുശേഷം 3ാമത്തെ ഇഞ്ചിൻ്റെ ലൈൻ കണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ നിന്നും 1 സെൻറ്റിമീറ്റർ താഴെയായിട്ട് ഒരു മാർക്ക് കൊടുക്കുക. അതിൻ്റെ ഇരുവശത്തായിട്ട് 1.2 രണ്ട് വശങ്ങളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതായത് 8 എന്നുള്ള ഇഞ്ചസിൽ കൊണ്ട് നിർത്തുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് 8ൽ കൊണ്ട് നിർത്തുക. അടുത്ത ലൈൻ ഇവിടെ നിന്ന് വരച്ച് 7 എന്നുള്ള ബോക്സിൻ്റെ എൻഡിൽ കൊണ്ട് നിർത്തുക. ഏഴിൽ നിന്ന് 8ൻ്റെ കോർണറിലേക്ക് വരയ്ക്കുക. ഇനി നമുക്ക് കൈകൾ കൊടുക്കാം. അതിനായിട്ട് ആദ്യം 0.5 മാർക്ക് ചെയ്യുക. അത് ചെരിച്ച് മാർക്ക് ചെയ്യണം. വീണ്ടും ഇങ്ങോട്ട് ചെരിച്ച് ഒരു 0.5 കൂടെ.
മാർക്ക് ചെയ്യുക. ഇതെല്ലാം സെൻറ്റിമീറ്ററിലായിരിക്കണം. 0.5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, 0.5 സെൻറ്റിമീറ്റർ വീണ്ടും മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കൈയുടെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ തലയാണ്. അതിനായിട്ട് ഈ ബോക്സിൻ്റെ എല്ലാ കോർണറും കർവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ. ഇപ്പം നമ്മുടെ മാസ്റ്റിക് ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഹെഡ്, രണ്ടാമത്തേതാണ് ചിന്ന്, അതായത് 1 എന്നുള്ള ലൈനിൽ വരുന്നതാണ് ചിന്ന്. 1ന് തൊട്ട് താഴെ വരുന്നതാണ് ഷോൾഡർ. അടുത്തത് 2 എന്നുള്ള വരയ്ക്ക് അടുത്ത് വരുന്നതാണ് ബസ്റ്റ്. രണ്ടിൻ്റെ 3ൻ്റെ ഇടയ്ക്കുള്ളതാണ് വേസ്റ്റ്. 3ൻ്റെ 4ൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് ഹിപ്പ്. പിന്നെ വരുന്നത് 6 എന്നുള്ള സെക്ഷന് ഇഞ്ചിൽ വരുന്നതാണ് നീ. 7ലാണ് ഈ ഫിഗറിൻ്റെ ആംഗിൾ വരുന്നത്. 8 ഫുട്ട്. നമ്മുടെ മാസ്റ്റിക് ഫിഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.